ദേശീയ അവാർഡ് പ്രഖ്യാപനം വലിയ വിമർശനങ്ങളിലൂടെയാണ് കടന്നുപോയത്. മലയാളത്തിൽ നിന്നെത്തിയ ആടുജീവിതം എന്ന സിനിമയും ചിത്രത്തിലെ പൃഥ്വിരാജിന്റെ പ്രകടനത്തെയും അവാർഡിൽ നിന്ന് തഴഞ്ഞതിൽ നിരാശ പ്രകടിപ്പിച്ച് നിരവധി പേർ എത്തിയിരുന്നു. ഇപ്പോൾ ദേശീയ അവാർഡിനെ കുറിച്ച് നടൻ പൃഥ്വിരാജ് പറഞ്ഞ വാക്കുകളാണ് ഏറെ ചർച്ചയാകുന്നത്. ഏതെങ്കിലും ഒരു ജൂറിക്കോ 10 പേർക്കോ കണ്ട് മാർക്കിടാനല്ല സിനിമയെടുക്കുന്നതെന്നാണ് പൃഥ്വിരാജ് പറയുന്നത്. പ്രേക്ഷകർക്ക് വേണ്ടിയാണ് സിനിമ എല്ലായ്പ്പോഴും നിർമ്മിച്ചിട്ടുള്ളത്. ആടുജീവിതത്തിന് തനിക്ക് ഏറ്റവും വലിയ അവാർഡ് അവർ തന്നു കഴിഞ്ഞുവെന്നും പൃഥ്വിരാജ് പറഞ്ഞു. രാജ്യാന്തര ഫെസ്റ്റിവലുകളിൽ പ്രദർശിപ്പിക്കാൻ വേണ്ടിയല്ല സിനിമകൾ എടുക്കാറുള്ളത്. അതെല്ലാം കൂടുതൽ സിനിമയ്ക്ക് റീച്ച് ലഭിക്കാൻ സഹായകമാകും. പക്ഷേ എല്ലാത്തിനും മുകളിൽ സിനിമയെടുക്കുന്നത് പ്രേക്ഷകർക്ക് വേണ്ടിയാണ്. ഷാർജയിൽ നടന്ന ഒരു ചടങ്ങിൽ പങ്കെടുക്കവെയാണ് പൃഥ്വിരാജ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ആടുജീവിതം കണ്ട് ഇഷ്ടപ്പെടുകയും സിനിമയെ പ്രശംസിക്കുകയും ചെയ്ത ജൂറി അശ്വതഘോഷ് ഗോവാരിക്കർ സിനിമയെ തള്ളിപ്പറഞ്ഞത് തന്നെ അതിശയിപ്പിച്ചുവെന്ന് സംവിധായകൻ ബ്ലെസ്സിയും പണ്ട് പറഞ്ഞിരുന്നു. തെന്നിന്ത്യയിൽ നിന്ന് സമർപ്പിച്ച പട്ടികയിൽ 14 കാറ്റഗറിയിൽ ആടുജീവിതം ഇടം പിടിച്ചിരുന്നു. എന്നാൽ ഒരു പുരസ്കാരം പോലും ഈ ചിത്രത്തിന് ലഭിച്ചില്ല. പിന്നാലെ ദേശീയ അവാർഡ് ജൂറിയുടെ നിലപാടിൽ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തി മന്ത്രി വി ശിവൻകുട്ടി ഉൾപ്പെടെ നിരവധി പേർ രംഗത്തെത്തി. ചിത്രത്തിലെ നജീബായുള്ള പ്രകടനം പൃഥ്വിരാജിന് പിന്നീട് മികച്ച നടനുള്ള സംസ്കാര പുരസ്കാരം നേടിക്കൊടുത്തിരുന്നു.